അത്യാവശ്യമായിട്ട് മാലയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ സ്കൂളിൽ ചോദിച്ചപ്പോൾ അവധിയൊന്നും കിട്ടിയില്ല. പിന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമ്മതിപ്പിച്ചു. അങ്ങനെ വേഗം പോയി വേഗം വരാൻ വേണ്ടി പറഞ്ഞിട്ട് എന്നെ വിട്ടതാണ് കേട്ടോ. അങ്ങനെ ഞാൻ മാലയിലെത്തി. ഇനി ഇവിടുന്ന് എനിക്ക് ഹുളുമാലയിലോട്ടാണ് പോകേണ്ടത്. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അപ്പോൾ ഞാൻ തന്നെ പോയിട്ട് ശരിയാക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അങ്ങനെ ഞാനും ഉണ്ണിയും കൂടിയിട്ട് മാലയിലോട്ട് വന്നതാണ്. അപ്പോൾ ഈ ഒരു ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. ആദ്യം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്. മുൻപ് പോയപ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ടിക്കറ്റ് കാര്യങ്ങളൊന്നും എടുക്കാൻ അറിയില്ല, സ്റ്റോപ്പ് ഇറങ്ങാനും അറിയില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ നമ്മളിതൊക്കെ പഠിക്കുമല്ലോ. അങ്ങനെ ഞാൻ അതിൽ കയറിയിട്ട് ഒരു രക്ഷയില്ല. അത്ര ഭംഗിയായിരുന്നു അതിൽ ട്രാവൽ ചെയ്യാൻ. ഇങ്ങനെ പോകുമ്പോൾ മുമ്പൊക്കെ ഇതിലൂടെ കാറിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഭംഗിയിൽ ഈ ഒരു വ്യൂ ഒന്നും എനിക്ക് കാണാൻ വേണ്ടി പറ്റിയിരുന്നില്ല. പക്ഷേ ഇതിലൂടെ പോയപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. എന്താണ് മാൽദീവ്സിൻ്റെ ആ ഒരു റിയൽ ബ്യൂട്ടി നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. ഞാനും ഉണ്ണിയാണെങ്കിൽ എല്ലാ കാഴ്ചയും കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും ഫ്രണ്ടിലാണ് ഇരുന്നത്. അപ്പോൾ അവിടെ ആകുമ്പോൾ നല്ല രീതിയിൽ ഞാനാണെങ്കിൽ അതിൽ കയറിയപ്പോൾ തൊട്ട് ടെൻഷൻ കാരണം ഇറങ്ങാനായോ എന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ലൊക്കേഷനൊക്കെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു, ബസ്സൊക്കെ പോകുന്ന റൂട്ട്. അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് എത്തി, സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ചധികം നടക്കണം കേട്ടോ. ഞാൻ ഇറങ്ങി സ്റ്റോപ്പ് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. ഇനി കുറച്ചൊന്ന് പിറകിലോട്ട് നടന്നാലാണ് ഇന്ത്യൻ എംബസിലോട്ട് എത്താൻ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് അറ്റസ്റ്റേഷന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോറിൻ മിനിസ്ട്രിയിൽ ഞാൻ അറ്റസ്റ്റ് ചെയ്യാൻ പോയ കാര്യം. അപ്പോൾ അവിടുന്ന് അത് കളക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇന്ത്യൻ എംബസി കൊണ്ടുപോയി കൊടുത്ത് ഇതാണ് ഹുളുമാലയിലുള്ള ഇന്ത്യൻ എംബസി വരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഇർഫാൻ ഉണ്ടായിരുന്നു. ഇർഫാനാണെങ്കിൽ ഹുളുമാലയിലാണ് കേട്ടോ താമസിക്കുന്നത്. അങ്ങനെ ഞാനത് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും അത് റെഡി ആവും കേട്ടോ. അപ്പോൾ ഇർഫാൻ പോയി കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്തത് ഫോറിൻ മിനിസ്റ്റർ അറ്റസ്റ്റേഷൻ ആയിരുന്നു. അത് കുറച്ചും കൂടി ഈസി ആയിരുന്നു കേട്ടോ. അതായത് ഞാൻ അറ്റസ്റ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റും പിന്നെ ഒരു ഫോമും കൂടി ഫില്ല് ചെയ്തിട്ട് അവിടെ ഫോറിൻ മിനിസ്ട്രി സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് അവരെന്നെ കോൺടാക്ട് ചെയ്ത് ഡോക്യുമെൻറ്റ്സ് റെഡിയാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് അവിടെ നിന്ന് അത് കളക്ട് ചെയ്ത് ഇന്ത്യൻ എംബസി കൊണ്ടുവന്ന് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യാറ്. എംബസി അറ്റസ്റ്റേഷന് മുമ്പായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു സൈറ്റ് ഉണ്ട്. അതിൽ കയറിയിട്ട് നമ്മൾ അപ്ലിക്കേഷൻ ഇടേണ്ടതായിട്ടുണ്ട് അറ്റസ്റ്റേഷന് വേണ്ടിയിട്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ വിസയും പാസ്പോർട്ടും പിന്നെ നമ്മുടെ ഇവിടെയുള്ള വർക്ക് പെർമിറ്റിൻ്റെ കോപ്പിയൊക്കെ നമ്മളതിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെയൊക്കെ കോപ്പി എടുത്തതിന് ശേഷം നമ്മുടെ ഫോറിൻ മിനിസ്ട്രിയിൽ നിന്ന് കിട്ടി അറ്റസ്റ്റ് ചെയ്ത ഡോക്യുമെൻറ്റും കൂടി ഇന്ത്യൻ എംബസി പോയിട്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാറാണ്. നടപടിക്രമങ്ങൾ കുറച്ചും കൂടി ഈസി ആയിരുന്നു, സിമ്പിളും ആയിരുന്നു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിട്ടില്ല. തിരിച്ചു പോകുന്നത് ഞാൻ ഡബിൾ ഡെക്കർ ബസ്സിൽ തന്നെയാണ് കേട്ടോ. ഇത് മാൽദീവ്സിൻ്റെ റിയൽ ഒരു ബ്യൂട്ടി കാണണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൈന മാൽദീവ്സ് ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജിലൂടെയാണ്. വേറൊരു ഇന്ത്യ മാൽദീവ്സ് ബ്രിഡ്ജും കൂടി കൺസ്ട്രക്ഷൻ അണ്ടറിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, വേറൊരു സൈഡിലായിട്ട്. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് മാലേ സിറ്റിയെയും എയർപോർട്ടിനെയും ഹുളുമാല ഫേസ് 1 ഫേസ് 2നെയൊക്കെ കണക്ട് ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു ഒറ്റ ബ്രിഡ്ജാണ്. ഇത് വല്ലാത്ത ലെങ്ത്താണ് കേട്ടോ ഈ ഒരു ബ്രിഡ്ജിന്. അത് മാത്രമല്ല ഇത് ഇന്ത്യൻ ഓഷന് കുറുകെയായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വേഗം പോയി വേഗം വരാൻ പറഞ്ഞുകൊണ്ട് തന്നെ തിരിച്ചുള്ള യാത്ര സ്പീഡ് ബോട്ടിലായിരുന്നു. ഞാൻ എൻ്റെ സ്പീഡ് ബോട്ടിന് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സ്പീഡ് ബോട്ടൊക്കെ നിർത്തിയിടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ ഓരോരോ ജെട്ടി നമ്പർ ഉണ്ടാവും. ആ ജെട്ടി നമ്പറിലായിരിക്കും ഓരോരോ സ്പീഡ് ബോട്ടുകൾ വരുന്നത്. അപ്പോൾ ഞാൻ ജെട്ടി നമ്പർ 6-ലായിരുന്നു കേട്ടോ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റാൻഡ് പോലുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ബസ്സിന് പകരം ഇവിടെ ഇവർ ഇതുപോലുള്ള സ്പീഡ് ബോട്ടുകളാണ് നിർത്തിയിടുന്നതെന്ന് മാത്രം. അപ്പോൾ അത്രയേ ഉള്ളൂ. അണ്ടിൽ ദ നെക്സ്റ്റ്